പോന്നേ. ഒന്ന് നിർത്തപ്പാ, ഞാൻ ഒരു പൊറോട്ട. എന്തിനാ പപ്പ ഈ വയ്യാത്ത പണിക്കൊക്കെ പോന്നേ? നീ എന്താ വിളിച്ചത്? പപ്പ? വല്ലവരും കേട്ട ഞാൻ നിന്റെ തന്തയാന്ന് വിചാരിക്കല്ലോ. വിചാരിച്ചോട്ടെ, വിചാരിച്ചോട്ടെ. നിന്റെ ഗോവയിലെ ഭർത്താക്കന്മാരെല്ലാവരും പപ്പാന്ന് വിളിക്കാം. പിന്നെ ഞാൻ എന്തോ വിളിക്കേണ്ടത്? നിനക്ക് പപ്പന്ന് വിളിച്ചോളെ. അത് വേണ്ട, ഞാൻ പപ്സെന്ന് വിളിക്കട്ടെ. എന്നാ വിളിച്ചോളൂ. അത് ശരി, അങ്ങനെ വിളിക്കട്ടെ. അയ്യോ പപ്സേ, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വേണ്ട, അയ്യോ വേണ്ട, അയ്യോ വേണ്ട. ഒരു സ്ത്രീ മീൻ വായിക്കാൻ വന്നിരിക്കുന്നു. എടുത്തോ, വലുത് വലുത് വലുത്. ഇതില് 10 രൂപ കുറയതേ. ശരി ശരി, നാളേക്ക് മറക്കാമേ, ഓർമ്മ വെച്ചുക്കോ. ഓർമ്മ വെച്ച പോരാ, നാളേക്ക് വന്ന് കൊടുങ്കോ. 23, 24, 25, 26, 23, 24, 25, 26, 27, 28, 29. അപ്പൊ 23. ആകെ 19 ദിവസമായി. നാളെ അല്ലെ മറ്റന്നാള് വിളിച്ചോണ്ട് വരാം. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നേ? ഗുരുവാശാന്റെ. നാളെ കഴിഞ്ഞാൽ അങ്ങേരെ ജയിലിന് വിടും. എനിക്ക് പോയി കൂട്ടിക്കൊണ്ടുവരണം. ഓ, അങ്ങേരിങ്ങി വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് വേറെ ആരും വേണ്ടല്ലോ. അങ്ങേരെന്റെ ദൈവമാണ്. ഡീ, ഇന്ന് നീ തിന്നുന്ന ചോറും ഈ ബിസിനസ്സും ഒക്കെ അങ്ങേരെ കൊണ്ടുണ്ടായതാണ്. മനസ്സിലായോ? ശരി ശരി, എനിക്കെല്ലാം അറിയാം. എനിക്ക് വേറെ ജോലിയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ ഗോവയിലേക്ക് പോകേണ്ടി വരും, ഞാൻ കോഴിക്കോട്ടേക്കും. അല്ലെങ്കിൽ നല്ല ആൾക്ക് ജീവിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ലില്ലി, ഞാൻ ചോദിച്ചൊരു ഉത്തരം ഇതുവരെ തന്നില്ല. ജോണി എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്കാകെയുള്ളത് എന്റെ സഹോദരൻ മാത്രമാണ്. എന്റെ ചേട്ടനെ കുറിച്ച് അറിയുമ്പോൾ ജോണി എന്നിൽ നിന്നും അകന്നു പോകും. ഇല്ല ലില്ലി, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ലില്ലിയോട് അടുത്തത്. സമ്മതം എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ സംതൃപ്തനാണ്. ചേട്ടൻ ജയിലിൽ നിന്ന് എന്ന് വരും? ചേട്ടൻ നാളെ വരും. എന്നാ നാളെ വന്ന് നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചേട്ടനോട് ചോദിക്കട്ടെ. വെരി ഗുഡ്. ഓക്കെ ജോണി. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്. വീണ്ടും വരാം. ഹലോ ഹലോ, ഗുരുവാശാൻ. തികച്ചും സമയം എനിക്ക് പറയാത്തത്. ഇതാരാ? ഇതാ എന്റെ പഴയ പാർട്ണർ. ഇയാളെ അറിയാമോ? ഞാൻ പറയാ, മൈക്കിൾ സാറല്ലേ? എന്റെ പേര് പപ്പു, ഇംഗ്ലീഷിൽ പപ്സ് എന്ന് വിളിക്കും. കയറട്ടെ കയറട്ടെ, കാരണം ഗുരുവാശാൻ കയറണം.
ലില്ലി ചേട്ടാ ഹായ്. ഏയ്. ഇതെന്താണ് ചേട്ടാ? എത്ര ദിവസമായി? ഇപ്രാവശ്യം അല്പം താമസിച്ചു പോയി. മാപ്പ്. ചേട്ടൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ എനിക്കൊരു സമാധാനവുമില്ല. എന്നെ ഓർത്ത് എന്തിനാ ഭയപ്പെടുന്നത്? നിന്റെ ചേട്ടൻ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടതായി നീ കേട്ടിട്ടുണ്ടോ? അതല്ല ചേട്ടാ, നാട് നന്നാക്കാൻ ഇവിടെ നിയമവും പോലീസും ഇല്ലേ? പിന്നെ ചേട്ടൻ എന്തിനീ ഭാരം ചുമക്കുന്നു? ലില്ലി, ഇവിടുത്തെ പാവപ്പെട്ടവർ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല. ചേട്ടാ, ചേട്ടനോടൊരു കാര്യം പറഞ്ഞാൽ. പറയൂ, എന്ത് വേണം? ഈ ലോകത്തുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കൂ, നിന്റെ ചേട്ടൻ കൊണ്ടുവരും. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്റെ പെങ്ങളുടെ സന്തോഷം മാത്രം. പറയൂ, എന്താ വേണ്ടത്? കുറച്ചു നാളുകളായി ക്ലബിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വരാറുണ്ടായിരുന്നു. പേര് ജോണി. ജോണി എന്നെ സ്നേഹിക്കുന്നെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞു. നിനക്ക് ജോണി ഇഷ്ടമാണോ? ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ. എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണോ നീ സംസാരിക്കുന്നത്? ആലോചിക്കേണ്ടത് ചേട്ടനാണ്. ജോണി ഇവിടെ വരാമെന്ന് പറഞ്ഞു. എന്തിന്? ലില്ലി, നിനക്ക് വിവാഹപ്രായമായെന്നും നീ വീട്ടിൽ തനിച്ചാണെന്നും എനിക്കറിയാം. അതിനുള്ള പ്രതിവിധിയും ഞാൻ ആലോചിക്കാതിരുന്നിട്ടില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട്. ലില്ലിയുടെ ചേട്ടനല്ലേ? ആണെന്ന് തന്നെ വെച്ചോ. ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ്. എന്തിന്? ലില്ലിയെ. എന്താ വിളിക്കണോ? വേണ്ട. ജോണി, ജോണി, I love you, Johnny. I love you. I love you, Johnny. I love you, Johnny. Love you, love you.